ദില്ലി വിമാനത്താവളത്തിൽ 7 മണിയോടുകൂടിയാണ് വിമാനം ലാൻഡ് ചെയ്തത്. പോലീസുമായിട്ട് അഭിജിത്ത് ദീപ് കെ സംസാരിക്കുന്നു. പോലീസ് പല കാര്യങ്ങളും ചോദിച്ചറിയുന്നുണ്ട്. എന്താ വരവിൻ്റെ ഉദ്ദേശം, എന്താ സമരത്തിൻ്റെ ഉദ്ദേശം, എന്താ നിങ്ങളുടെ പരിപാടി, ഈ കാര്യങ്ങളൊക്കെ പോലീസുമായിട്ട് അഭിജിത്ത് ദീപ് കെ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. സംഘർഷത്തിലേക്കല്ല കാര്യങ്ങൾ, ഒരു സമരത്തിലേക്കല്ല കാര്യങ്ങൾ. ശക്തമായ പ്രതിഷേധമായിരിക്കും, പക്ഷേ ആ പ്രതിഷേധം സമാധാനപരമായിരിക്കും. പൂക്കൾ കൊണ്ട് പ്രതിഷേധം, ഫ്ലവേഴ്സ് പവർ. ഒരിക്കൽ കൂടി പൂക്കളുടെ ശക്തി അറിയും, ഒരിക്കൽ കൂടി പുതിയ തലമുറയുടെ ശക്തി അറിയുമെന്നാണ് CJP കരുതുന്നത്. CJP വക്താവ് സൗരവ് ദാസ് നേരത്തെ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പ്രതികരിച്ചിരുന്നു. ഇപ്പോൾ മുതിർന്ന ഉദ്യോഗസ്ഥരുണ്ട്. ഉദ്യോഗസ്ഥർ പല വിവരങ്ങളും അഭിജിത്ത് ദീപ് കെയിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ അഭിജിത്ത് ദീപ് കെ പുറത്തേക്ക് വരും. 9 മണിയോടുകൂടി ജന്തർ മന്ദിറിൽ എത്തിച്ചേരാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നതെങ്കിലും എന്നാൽ എയർപോർട്ടിൽ അല്പം തടസ്സമുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മറ്റുദ്യോഗസ്ഥരുമായിട്ടും ഒക്കെ ഉദ്യോഗസ്ഥരെ സംസാരിക്കുന്നുണ്ട്. എംബസി ഉദ്യോഗസ്ഥരുണ്ട്, എയർപോർട്ടിലെത്തിയിരിക്കുന്ന സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, ഇന്റലിജൻസ് വിഭാഗത്തിന്റെ പ്രതിനിധികളുണ്ടാവും. സ്വാഭാവികമായും സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ എന്ന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കുക എന്നതാണ് പ്രധാനമായിട്ടുമുള്ള ആവശ്യം. ഇപ്പോൾ ഇതാ അഭിജിത്ത് ദീപ് കെ വെളുത്ത ടീഷർട്ടും കറുത്ത കോട്ടുമിട്ട് തലയിൽ തൊപ്പി വെച്ച് നിൽക്കുന്ന അഭിജിത്ത് ദീപ് കെ പുറത്തേക്ക് വരാൻ പോകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്.